തോക്കുന്ന അത് കളർ അടിപ്പിച്ചോണ്ട് പോത്ത് തവളയാ അതാ അങ്ങനെ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. കോടയെന്ന് ഇപ്പൊ തന്നെ 7:15 7:30 കളി. 7:15 നമ്മ എല്ലാ സ്ഥലത്തും ലൈറ്റ് ആയിട്ടേ വരും. ഓടുന്നുണ്ടായിരിക്കും 4:30 വരാറുണ്ട്. പക്ഷെ സമയം കൂടിപ്പോയി. മറ്റേ വീഡിയോയിൽ എടുത്ത് കഴിയുമ്പോ സമയം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയാടും വന്നു ജേഴ്സിയിലും മേടിച്ച് ഇല്ല കോഴിക്കോട് നാട് എന്താ പേര് ഇല്ലയോ? ആര് ജയിക്കല്? ആര് ജയിക്കുന്നു? തോക്കുന്ന അല്ല അങ്ങനത്തെ ഒരു വർത്താനല്ലേ. അത് കളർ അടിപ്പിച്ചോണ്ട് പോത്ത് അപ്പൊ നേരെ സ്റ്റേഡിയത്തിലേക്ക് വിടാം. ഫ്ലാഷ് അടിച്ച മുഖത്ത് അടി കിട്ടി. ഇതിലേ കയറാനല്ല കിട്ടാ തിരക്കാണ്. അൽത്താഫിനെ മോന്നാണ്ട് ആരിക്കാലും അടിക്കാൻ തോന്നും. അവിടെ മാറി കിടക്കും അല്ലേ? ഇനി അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാണ് അവിടെ ഇടക്കുന്ന കിട്ടി എടുക്കാല്ലേ. എല്ലാരും അങ്ങോട്ട് ഓടുന്നു കളി തുടങ്ങിയില്ലേ? അതെയാ ഇപ്പാണ് ഉള്ളിൽ കയറില്ല. അല്ല നേരത്തെ കയറ്റു? നേരത്തെ കയറ്റുവാ? അതെയാ ഇങ്ങോട്ട് ആടിക്ക് വരുന്ന ആ പൊട്ടി അത് 1.5 പൊട്ടില പൊട്ടിയത്. അൽത്താഫാടെ സെഡ് അടിച്ചിരിക്കും. അൽത്താഫ് എങ്ങനെയുണ്ട് കളി? അതെങ്ങനെ ബാംഗ്ലൂരത്തെ പക്ഷെ ബാംഗ്ലൂരിന്റെ ഫാൻസിന് മാത്രം ആടെ കിട്ടും. അവരാഘോഷം തന്നെ അവിടെ. അതെങ്ങനെ അല്ല സീറ്റ് തന്നെ കിട്ടണ്ടേ? അതങ്ങനെയാ ഇപ്പൊ അങ്ങനെ ചില ആൾക്കാർ കുറച്ച് ഇതുണ്ടോ അങ്ങനത്തെ ഇതുണ്ടോ അങ്ങനെ കാണാൻ വേണ്ടി. ഇപ്പൊ നമ്മ ഒരു ബാംഗ്ലൂരിന്റെ ഫാനാണ്. നമ്മ ജേഴ്സി ഇട്ട് വരും. നമ്മ ടിക്കറ്റ് പറഞ്ഞാൽ ടിക്കറ്റ് ചോദിക്കുമ്പോ പറയല് ഒന്നും ചോദിക്കൂല, ടിക്കറ്റ് കൊടുക്കും. ആദ്യം ടിക്കറ്റ് ഉണ്ടാവും അത്ര സ്ഥലത്തിന് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ മനസ്സിലായിട്ട് ഇപ്പൊ ഇതൊരു ഏരിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു നമ്പർ ഇല്ല. അതുപോലെ ആ സ്ഥലത്ത് നമ്പർ ഉണ്ട്. ആ നമ്പർ ടിക്കറ്റ് അവർ ചിലപ്പോൾ അങ്ങനെ കിട്ടുമായിരിക്കും. ആരും കൊടുക്കുന്നു അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഈ ടീമിന് എത്ര ടിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും. ഈ ടീമിന് ഇത്ര ടിക്കറ്റ് ഇത്ര കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കും അവർ വരുന്നത്. പിടിച്ചില്ലേ? ഇങ്ങനെ എന്തെല്ലോ പറയാം. അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. അത് അറിയുന്നവരാരും കൊണ്ട് കമന്റ് എല്ലാരും പോയി. ഇപ്പൊ തിരക്ക് കുറഞ്ഞ് സ്റ്റേഡിയത്ത് കുറഞ്ഞ് നമ്മ വരുമ്പോ സൈക്കിള് ഓടിക്കാൻ വരെ
ആ അത്രക്കും ആള് എന്നിട്ട് നമ്മ ഇവിടെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ആടെ ഇങ്ങോട്ട് വന്നില്ല. മെട്രോ ഇടയ്ക്ക് കുറച്ച് കീറുകളുണ്ട് കേട്ടോ ഇത് ലോഡാവാൻ ടൈമുണ്ട്. പക്ഷെ സംഭവം നൈസാണ്, യൂസ്ഫുൾ ആണ്. പക്ഷെ ചില മിസ്റ്റേക്സ് ഉണ്ട്, അത് സ്വാഭാവികമാണ് അല്ലേ? ഇത് ടെക്നിക്കൽ മിസ്റ്റേക്ക്. എന്റെ ഇപ്പാണ് ഞാനിപ്പം ഇതാക്കാം എന്നാ പറയുന്ന ലോക്കല്ല അല്ല അവിടെ വെക്കുന്നത്. ഇനിയിപ്പോ നമുക്കത് വേണ്ട, നമുക്ക് അതിന്റെ ഒരു ഇത് നോക്കണ്ട. നമ്മളതല്ല ഇനിയിപ്പോ സാധാ ലോക്ക് ചെയ്യുമ്പോ ആണ് നമ്മളത്. ഇപ്പൊ നോർമലി നമ്മൾ ഒരു സ്റ്റേഷൻ ഉണ്ടാവും, അവിടെ കൊണ്ട് വെച്ചിട്ട് വീടിന്ന് വേണം നമുക്ക് എടുക്കാം. അത് ഒരിക്കൽ കൊണ്ടുവച്ചാ പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ എടുക്കാം. അപ്പൊ അത് ആക്കും കുറെ എന്തോ ബ്ലൂടൂത്തിന്റെ എന്തോ ഒരു കണക്ടിവിറ്റി എന്തോ ചില സമയത്ത് ഉണ്ടാവും. എന്നാലും ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നൈസ സംഭവം യൂസ്ഫുൾ ആണ്. ഈ ഡെയിലി യൂസ് ഇല്ലവർക്ക് നല്ലതാണ്. ഡെയിലി യൂസ് ഇല്ലവർക്ക് മീൻസ് ഓഫീസിൽ പോകാൻ. ഇപ്പൊ മെട്രോയിലേക്ക് പോകണം, മെട്രോന്ന് സ്റ്റേയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ മെട്രോയിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യാം. രാവിലെ അവിടെ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. രാവിലെ അതേപോലെ തിരിച്ചു കൊണ്ടൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്യും. 5 ഉറുപ്പ്യറ്റേ വരുന്നില്ല അങ്ങനെ ലോങ്ങിൽ എടുക്കുമ്പോൾ. അതായത് പ്ലാൻ കൂട്ടിയെടുക്കുമ്പോൾ ഒരു 2-3 മാസത്തേക്കുള്ള വർഷത്തേക്കെല്ലാം എടുക്കാൻ പറ്റും. ചെറിയ പൈസ വരില്ല. സൈക്കിളോട്ടം അറിയില്ല, നടക്കുമ്പോ അറിയും. നടക്കുമ്പോ ഇന്നലെ ശരിക്കും അറിഞ്ഞിട്ട് അങ്ങനെ അറിയുന്നില്ല. ലെങ്ത്തും കവർ ചെയ്യാം. മറ്റേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. മറ്റാകുമ്പോ ഒന്നും ഇതാകുമ്പോ ഇങ്ങനെ ഒരു ബൈക്ക് എടുത്തിട്ട് പോകാം. എന്നാലും മറ്റേ ഇലക്ട്രിക്കും ഉണ്ട്. ഇലക്ട്രിക്കിന് ഒരു ദിവസം 500 ഉറുപ്പ്യ. അത് ഒരാളെ കയറ്റാനും പറ്റൂ. പിന്നെ 25 വാറ്റാണ് മാക്സിമം സ്പീഡ്. അതെടുക്കുന്നവര് അതെടുക്കുക. നമുക്ക് ഇലക്ട്രിക് യൂസ് വീഡിയോ കാണാത്തവരാണെങ്കിൽ സൈക്കിൾ എന്നാണ് വിചാരിക്കുന്നുണ്ടാവും. അതെ, അങ്ങനത്തെ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിൽ വന്ന സൈക്കിളൊന്നും അല്ലാതെ കാണിച്ചിട്ടൊന്നുമില്ല. ഇതിൽ പ്രീവിയസ് എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡെല്ലാം കണ്ട് ഞങ്ങൾക്ക് തിരിയും എന്താ ആ സംഭവം എന്നുള്ളത് അല്ലേ? കൊച്ചിയിൽ വരുന്നവർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണ്ടെങ്കിൽ ഒരു 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്കാണ് വന്നു കഴിഞ്ഞാൽ വന്ന പാടെ എടുക്കുക പോയിട്ട്. നല്ല വേർത്താണ്. ഇപ്പം അടുത്തടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിലും നല്ലതാണ്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൈസ 10-12,000 രൂപ കൊടുക്കേണ്ടി വരും. അതിന് പോവാല്ലേ? പക്ഷെ അങ്ങനെ പോവുകയും ചെയ്യില്ല കേട്ടോ അത്. കാരണം ഒന്നാമത് ലോക്ക് ചെയ്യാൻ പറ്റും എല്ലായിടത്തും. എടുത്ത് കൊണ്ടുപോകണം. റെസ്പോൺസിബിൾ ആയിട്ട് ബ്രാൻഡിന്റെ സംഭവല്ലേ, ഫുള്ള് ബ്രാൻഡിങ്. അങ്ങനെ ആരും കൊണ്ടുപോകില്ല. കണ്ടു കൊണ്ടുപോകേണ്ടതൊന്നും ഇല്ല. എന്ത് കൊണ്ടുപോകാനും ആൾക്കാരുണ്ടാവും. തിരക്ക് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മ മുമ്പത്തെ തിരക്കാണ്. ഇവിടെ സ്ഥലമില്ലേ, അങ്ങ് എത്തുമ്പോ അല്ലേ ഒരുമിച്ച് ഇതാവും, കൺജസ്റ്റഡ് ആവും. ഇതിലെന്നെ കൊണ്ട് അതിലേയും പോവാം. ഞങ്ങൾ അങ്ങനെ ആ തിരക്കുന്നൊക്കെ ഒഴിഞ്ഞ് വിശാലമായ രീതിയിൽ നമ്മൾ നമ്മുടെ മൈ ബൈക്ക് എടുത്തിട്ട് മുന്നിൽ പോയി. കാണാത്തോണ്ട് മാസടിക്കാൻ സമയത്ത് തന്നെ വന്നില്ലല്ലോ. മാസടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഉണ്ടാവാറ് നോക്കുന്നുണ്ടേ. ആ സമയത്ത് അൽത്താഫ് ബാക്കിൽ വരുന്നു. മാസടിക്കാൻ വേണ്ടി നേരെ പോയി. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അല്ല, വീട്ടിൽ പോയിട്ട് പോകുന്നത്. അതെയാ? പിന്നെങ്ങനാ എന്താ അറിയുന്നത്? ചൈനൊക്കെ ഇട്ട് അല്ല ഇതൊക്കെ ഇടല്ല, എന്താണ് സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് പോ ബ്രോ. സെൻസർ ഒന്നും ഇല്ല. സെൻസർ ഇല്ല. സ്പ്ലെൻഡർ പോലെ സെൻസർ ഇല്ല. സ്പ്ലെൻഡറിലെ ഹൈടെക് അല്ലേ ബ്രോ? വീട്ടിൽ പോയി കുളിച്ചിട്ട് വീണ്ടും മാസം അടിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ചു തിരിച്ച് തവളയാ അതാ എന്തോ കളിക്കാൻ. നേരത്തെ ആ ഇടക്ക് നല്ല സ്പീഡ് പോകുന്നുണ്ടേ. എന്തോ പിള്ളേർ കളിയാണ് ഇപ്പോഴും. മറ്റേ 15-12 പ്രായമായിട്ടു അങ്ങനെ. ആ പ്രായത്തിൽ നീയല്ല എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ ഇടാ. ഞാനും അതെ. ആയില്ല, ഞാൻ അന്നേ മാനിയാണ്.
ഞങ്ങളങ്ങനെ ഞങ്ങളെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവൻ പറയുന്നത് കുളിച്ചിട്ടില്ല വരാം. കുളിച്ചിട്ട് ഇനിയിപ്പോൾ ആദ്യം സൈക്കിള് ആടുന്നേ ഓടിച്ചിട്ട് ഇടം വരെ വരണം. ലുലുമാളിന്റെ സൈഡിലാണ് നമ്മൾ പോകുന്നത്. ലുലുമാൾ എത്തുന്നതിന് മുമ്പേ. അപ്പം ആടെ ഒരു സംഭവം, നമ്മ ആദ്യത്തെ ദിവസം രാത്രി നമ്മളെ ചങ്ങായി റിഷാദ് കാണിച്ചു കോറോം സിറ്റിത്തെ റിഷാദ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടായി രാത്രി. പുള്ളിയുടെ പണിയെടുക്കുകയാണ്. അപ്പം ഇന്ന് തന്നെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചിട്ടാട്ടാ. എന്നെ വിളിച്ചിട്ടുണ്ടായി കോഴണി. ഞാൻ തിരിച്ചു വിളിച്ചിട്ടാ. കേൾക്കുന്നില്ല. ഏത് എന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായി നേരത്തെ. ഞാൻ കണ്ടിട്ട് ആടി ഉണ്ടാകാൻ പറ്റാം. റിഷാദാ? ആ, ആടെ എത്തിട്ട് വിളിച്ച ചെങ്ങൈ എപ്പോഴും ആടുന്ന ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞു. ആടുന്ന് കഴിക്കലില്ല, ആടുന്ന് പാർസൽ വാങ്ങിക്കൊണ്ടവനാണ്. അവിടുത്തെ ഫുഡ് അന്ന് ഞാൻ ഒന്നാമത് മഴ ഉണ്ടായോണ്ടാണ് ഒന്നാമത് ആടുന്ന് എടുക്കാറ്. ഇന്നലെ സൈക്കിൾ എടുക്കായിരുന്നു അല്ലേ? നമ്മ ഈല് നടന്നിട്ടില്ല, സ്ഥലം പോയിട്ട് മഴയത്തെല്ലാം മതി. ശരിയാന്ന് കണ്ടെത്തിയ സൈക്കിള് നീ തന്നെ അത് പറഞ്ഞേ സൈക്കിളെല്ലാം ഉണ്ട് ആര്? എന്റെ അളിയൻ. പറഞ്ഞു ഇലക്ട്രിക്കിന്റെ എല്ലാം പറഞ്ഞു. പക്ഷെ എക്സ്പെൻസീവ്. അത് അതന്നെ ഇതറല്ല 500 രൂപ. ഈ ബ്ലോക്കിൽ എടുത്തിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അതല്ല, ഈ പോസ്റ്റിൽ കാണുമ്പോ ഇവര് ഹവറിന് 20 രൂപ എന്നല്ലേ പറയും. പക്ഷെ ആപ്പിളിൽ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോ വലിയ പൈസ. സൈക്കിളിനൊക്കെ അത്ര റേറ്റ് തന്നെ ഉണ്ടായത്. സൈക്കിൾ ഞാൻ എന്നിട്ട് അതുകൊണ്ട് ഞാൻ നോക്കാനി സൈക്കിള് എന്റെ വെറുതെ നോക്കിയാ. അപ്പൊ സൈക്കിള് വേർത്താട്ടോ ആരെങ്കിലും ഒക്കെ കൊച്ചിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെ? എല്ലാ സിറ്റിയിലും ഉണ്ട് ഇത്. ബൈക്കിന്റെ തന്നെ ഇതില്ല, ഇവന്റെ മറ്റേ ബോക്സ് ഇല്ല ഫ്രണ്ടില്. ഫ്രണ്ടിലൊക്കെ നല്ലതിനുണ്ട് പെണ്ണുങ്ങളല്ല ബോക്സ്. പക്ഷെ അതുകൊണ്ട് ഇതാ ഇവന്റെ ഷർട്ട് റീലായി. എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളത്. അപ്പൊ നമ്മ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വീഡിയോ എടുക്കുന്ന കുറച്ച് ചടപ്പാന്നല്ലേ. ബാക്കിലേ വന്നിട്ട് ആരെങ്കിലും എല്ലാം വന്നു കഴിഞ്ഞ സീനാണ്. അപ്പം ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. 3 പൊറോട്ടയും ഒരു ചിക്കൻ പീസും കറിയും. ഇല്ല കഴിച്ചിട്ട് വരാം. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി നേരെ തിരിച്ച് പോയാണ്. അപ്പം അല്ലേ ഇത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? ലോ ബഡ്ജറ്റ് ആണ്. 65 രൂപ. 3 പൊറോട്ടയും ഒരു ചിക്കൻ പീസും. ഇല്ല, പൈസ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടൊന്നുമില്ല. 3 പൊറോട്ട ഒരു പീസ്. സ്ഥലം വരുന്നത് ഇവിടെ ഒന്നും കാണൂല. ലുലുമാളിലേക്ക് പോകുന്ന വഴിക്ക്, ഗ്രാൻഡ് മാളിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. ആ വഴിക്ക് ഇതായി നടപ്പാതെ നോക്കിയാൽ ഈ കാണുന്ന ഈ ഒരു കിച്ചന്റെ വീടിയുണ്ട്. ഇവിടെ വരുവോ, തിന്നുവോ, ആസ്വദിക്കോ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനത്തെ ഒരു ഷോപ്പ് തന്നെ ഉള്ളത്. ഡെലിവറി ബോയ്സ് എല്ലാം ഡെലിവറി നല്ല ബഡ്ജറ്റ് ആവണം. എന്നാ ശരി, ഓക്കെ. അടുത്ത ദിവസം കാണാം, അടുത്ത എപ്പിസോഡായിട്ട്.